ഹലോ. അപ്പോൾ എല്ലാവരുടെയും ഓണത്തിൻ്റെ തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളും ഇവിടെ ഏകദേശം ഓണത്തിൻ്റെ ഫീല് വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ 10 ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. ക്ലീനിങ് നമ്മൾ ഡെയിലി ചെയ്യുമെങ്കിലും ഇന്നൊരു ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറി, വിൻ്ററൊക്കെ ഏകദേശം മാറി. അപ്പോൾ നല്ല ശക്തമായ വെയിലാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിൽ കൊണ്ടതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല തലവേദന ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു, പക്ഷേ ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അമ്പു സ്കൂളിലേക്ക് പോയി, ദീപോട്ട ഓഫീസിലേക്ക് പോയി. അപ്പോൾ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അല്ലീനെ ഞാൻ മാക്സിമം ഒന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉറങ്ങിയാൽ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ക്ലീൻ ചെയ്യാമല്ലോ. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, പക്ഷേ 2 പ്രാവശ്യം പരാജയപ്പെട്ടു. ഇന്നിപ്പോൾ തീരെ ഉറക്കില്ലാത്ത മൂഡാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഫസ്റ്റ് തന്നെ കിച്ചണിലേക്ക് കടക്കാൻ വിചാരിച്ചു. ഇതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പരിപാടികൾ നടക്കുന്നൊരു ഏരിയ. അപ്പോൾ ഇവിടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഓരോരോ സാധനം ഒന്ന് എടുത്ത് ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഏകദേശം ക്ലീനാക്കി തന്നെ വെക്കാം. ഇവിടെ അങ്ങനെ പൊടിയൊന്നും അധികം ഇല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഫ്ലാറ്റൊക്കെ നമുക്ക് വീട് പോലെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ ക്ലീൻ ചെയ്യാൻ. ഒന്നാമത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മൊത്തം വൈറ്റ് കളറായതുകൊണ്ട് തന്നെ ഉള്ളൊരു പാടാണ്. കാരണം അത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു അഴുക്കാകുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനല്ല ബുദ്ധിമുട്ട്, ക്ലീൻ ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അറിയാലോ അത്രത്തോളം ഉണ്ടാവും. നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്താലും അവർക്ക് ഒരു നിമിഷം മതി അത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിച്ചണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഏകദേശം സെറ്റാക്കി. അപ്പം ഇനി ബാക്കി ഏരിയയിലേക്ക് കിടക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ മാറ്റൊക്കെ ഒന്ന് വാക്കം വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഇതിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് ദോഷിച്ചിടും. അപ്പോൾ നമുക്കത് ചൂലുകൊണ്ടൊന്നും അത്രത്തോളം ക്ലീൻ ആവില്ല. അപ്പം ഇവിടെ അതുപോലെ 2 റൂമിൻ്റെയും ഫ്ലോറും ഇതുപോലെ മാറ്റാണ്. അപ്പം അതും ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കാരണം എല്ലാം പറ്റി പിടിക്കുമല്ലോ. പിന്നെ അതൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് ബെഡ്ഷീറ്റും കൂടി മാറ്റാം, എന്നാലും മാത്രമല്ലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ അപ്പോൾ അങ്ങനെ ക്ലീനിങ് പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ക്ലീനിങ് എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്യുക. ക്ലീൻ ചെയ്താലും അതിങ്ങനെ അതുപോലെ കാണാനും കൂടി ആവും സന്തോഷം. അങ്ങനെ ക്ലീൻ ചെയ്ത് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം ഇനി ബാക്കി പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പം ഏകദേശം ഒക്കെ പരിപാടിയൊക്കെ കഴിയാറായി. ഇനിയിപ്പം തുടക്കലൂടി കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങൊക്കെ ഏകദേശം റെഡി ആയിട്ടോ. അപ്പം ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീടൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടിലും നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും, ഓണത്തിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ ഈ ബാൽക്കണി കൂടി ക്ലീൻ ചെയ്യുന്നതോടെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം റെഡിയായി. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ബാക്കി ഞാൻ പിന്നെ ചെയ്യാൻ വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം തലവേദന ഉണ്ട്. അത് പിന്നെ വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പം ഓണത്തെയൊക്കെ വരവേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടും ഒക്കെ റെഡിയാക്കി. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഓണത്തിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. ഇവിടെ കുറേ ഓണം പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകണോ അല്ല ഇവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും വരും പോലെ നോക്കാൻ വിചാരിക്കുന്നു. പിന്നെ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ. നല്ലൊരു ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.